എന്റെ മുൻപിൽ വെച്ച് ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ ജ്യോതിർമയുടെ മുമ്പിൽ വെച്ച് ഗൗതമിന് മേൽ ഒരു തുള്ളി മണ്ണ് നുള്ളിയിടാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ ചന്ദ്രബോസ്? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? CKCക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന്. എന്തു പറയുന്നു? അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിമിഷം ഒന്ന് മനസ്സ് വെച്ചാൽ സർവ്വ ആഡംബരങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും ഇവിടെ വെച്ച് CKC ആടപടലം പിഴുതെറിയപ്പെടും. വിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ CK ചന്ദ്രബോസ് ആണാണെങ്കിൽ വിളിക്കടോ തന്റെ ഗുണ്ടകളെ. എന്താടി, എന്താ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി തെരുവ് നിർത്തി വെല്ലുവിളിക്കുന്നോ? CKC ഇനി ഒന്നും നോക്കണ്ട, ആരെയെന്ന് വെച്ച് വിളിക്കേ. ഹലോ, ഒരുപാട് അങ്ങ് വാശി പിടിക്കരുത് കേട്ടോ. അതായിരിക്കും രണ്ടുപേർക്കും നല്ലത്. മാഡത്തിനെ വേണ്ട രീതിയിൽ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാ വെറുതെ കയറി നിന്ന് വീരവാദമൊക്കെ മുഴക്കുന്നത്. സൗകര്യം കിട്ടുമ്പോ മാത്രം മതി കേട്ടോ. ഈ മാഡത്തിനെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. CKC എന്തിനാ ഇവളിങ്ങനെ ഭയക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ വിളിക്ക്. അതിന്റെ പിന്നിൽ വരുന്ന ഏത് കേസും നമുക്ക് നോക്കാം. CKC ഇന്ന് തീർക്കണം ഇവനെ. എന്താണ് സർ, വിളിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞങ്ങള് വെയിറ്റ് ചെയ്യാവുന്നേ. എന്താ CKC ഇത്? ഇവളുടെ ഭീഷണിയുടെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കുവാണോ? എന്താ പ്രശ്നം? അത് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ഇത്തരം ചോദ്യം ചെയ്യലൊന്നും ഈ തെരുവിൽ വെച്ച് വേണ്ട മാഡം. വീട്ടിൽ ചെന്നിട്ടേ ഈ പുള്ളിക്കാരനെ ഒന്ന് പിടിച്ചിരുത്തി ചോദ്യം ചെയ്ത് നോക്ക്. പഴങ്കഥകൾ പലതും പറഞ്ഞു തരും ഭർത്താവ്. ആ വാ ഗൗതം, ഒരുപാട് തിരക്കുള്ള ദിവസമല്ലേ, വെറുതെ സമയം കളയണ്ട. കാറിൽ കയറും. ഈ തന്നതൊരു മുന്നറിയിപ്പാണ്, സൂക്ഷിച്ചോ. പറ CKC, ആ പെണ്ണൊന്ന് വിരട്ടിയപ്പോ പൂച്ചയെപ്പോലെ CKC ഇങ്ങനെ പരുങ്ങണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ. എന്താ കാര്യം പറ.